അരി 10 കിലോ ദോശമാവ്. ദോശമാവോ? ദോശ. നിക്ക് വായിച്ചോട്ടെ. നിക്ക്. ദോശമാവ്, ക്യാപ്സിക്കം, സോയാ സോസ്, ടൊമാറ്റോ സോസ്, നാടൻ മുളക്, പച്ചപ്പയർ, മല്ലിയില, ഇഞ്ചി, സബോള സാധനങ്ങളെല്ലാം പച്ചക്കറി സെക്ഷനിൽ എടുക്കുന്നതാണ്. ഓക്കെ. വെളിച്ചെണ്ണ, മിൽക്ക് മിസ്റ്റ്, ഐസ്ക്രീം, പൈനാപ്പിൾ പഴുത്തത്, പഞ്ചസാര, ഉള്ളിത്തണ്ട്. ഇത്രയും സാധനങ്ങൾക്കാണ് ഇന്ന് എനിക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശയാക്കിയിട്ടുണ്ട്. മിഡിന് എഴുതിയപ്പോൾ തെറ്റുപറ്റി പോയതോ. എനിക്ക് ഇത്രയോടെ എഴുതാൻ അറിയാമല്ലോ. ഇപ്പം മംഗ്ലീഷൊക്കെ എഴുതി ഇപ്പം മലയാളം എഴുതാൻ അറിയാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പം എന്തായാലും നാളെയാണ് ഈസ്റ്റർ. ഇന്ന് പിന്നെ ഡാഡിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടണമെങ്കിൽ അൺലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡ് ജോമോനും ബ്രാഞ്ചെണ്ണ കൂടി ചേർന്ന് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റെയിൽവേപ്പാളം മുകളിൽ കൂടെ പോണ പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതുമ്പിക്ക് നമുക്ക് ചെടിയൊക്കെ വെക്കാനുള്ള സമയമായിട്ടുണ്ട്. ചെടിയൊക്കെ വെക്കണം. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുകളിൽ കയറാം. അങ്ങനത്തെ സ്ട്രോങ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ ജോമോനെ കയറ്റി നോക്കണം, എന്നിട്ട് വേണം ഉറപ്പ് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മുടെ ചെടികൾ മണി പ്ലാന്റൊക്കെ പടർത്താനുള്ള സ്റ്റാൻഡാണ് ഇത് കണ്ടോ. ഇതിങ്ങനെ വയ്ക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതുമേക്കൂടെ കയറ് കെട്ടി മണി പ്ലാന്റിനെ മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് താഴ്ത്തിക്ക് വിടും. മണി പ്ലാന്റ് പോലെ അങ്ങനെ പടരുന്ന ചെടികൾ, അങ്ങനത്തെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റാൻഡുകൾ. പിന്നെ നമ്മുടെ DVDക്ക് സപ്പോർട്ട് ഇത് വളഞ്ഞു പോവാണ് കണ്ടോ. അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ചെടികളുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാനുണ്ട്. എല്ലാം കട്ട് ചെയ്ത് ഒന്ന് ചട്ടികളിലേക്കൊക്കെ ആക്കി അതും കൂടി സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഹോളിലിരിക്കുക, അതിനെ പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ റോൾഡ് ഓട്സ് മേടിക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ ആ വീഡിയോയിൽ അപ്പം തന്നെ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഉണ്ടാക്കിയില്ല. അതിവിടെ കട്ടപ്പുറത്ത് കയറിയേക്കാണ്. ഡ്രൈ ആയി പോയ അപ്പം മിടു പറഞ്ഞു എന്താ ഗ്രേസ് എന്നിട്ട് വേണ്ടേ. അപ്പൊ ഈ ഓട്സ് എടുത്ത് വെച്ചിട്ട് വരാം, കത്തി പിടിച്ചു പോകും. ഇതിൽ വെള്ളമില്ല. ഇപ്പൊ നമ്മുടെ ഓട്സിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. ഇതിലൊരു ഭാഗം കൂടി ഓട്സ് ഉണ്ട്. അപ്പൊ അത് തീർന്നിട്ട് പൊട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞേക്കണം. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കൊടുത്തു നോക്കിയിട്ട് അഭിപ്രായം പറയാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം തന്നെ. അപ്പൊ അത് ചെയ്തില്ല, അവിടെ പറഞ്ഞതാണ്. ഈ മോളുടെ പ്രശ്നം എന്നിട്ടാണ് പറയും. അറിയില്ല. എന്തൊരു ഇതാണോ കാർഡ് ഉണ്ടാക്കാൻ പോണ സാധനങ്ങൾ? ഇത്ര സാധനം കൊണ്ട് എന്നിട്ട് നീ ഉണ്ടാക്കാൻ പോണേ? സൂപ്പർ കാർഡ് ഉണ്ടാക്കാൻ പോണേ? നീ പല്ല് തേച്ചാ? അവള് പല്ലൊന്നും തേച്ചാൽ അവളെ മോൻ പോലും കഴിയിട്ടില്ല. അവള് ഇല്ല ബ്രഷ് നോ ഇല്ല. ഗ്രേസ് പോയി ബ്രഷ് ചെയ്തിട്ടോ, നന്നായിട്ട് ബ്രഷ് ചെയ്യ്. ചെല്ല് മോൻ കഴിക്കാ? ചെല്ല് ബ്രഷ് ചെയ്യാനും മോൻ കഴിയാനും ഭയങ്കര മടിയാണ്. നമ്മുടെ ഓട്സ് ഇതാ തിളച്ചു വരുന്നു. അമ്മയ്ക്ക് ഓട്സിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ട സാധനം ഒന്നില്ലെങ്കിൽ അച്ചാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തിയാണ്. ഞാനിവിടെ നമ്മുടെ തോളൂരിൻ്റെ മറ്റേ ചുട്ടരച്ച മുളക് ചമ്മന്തി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കിട്ടിയാൽ അമ്മ ഹാപ്പിയാണ്. ഇത് തോളൂരിൻ്റെ നാടൻ ചുട്ടരച്ച മുളക് ചമ്മന്തി കൊള്ളാം. പക്ഷെ എന്തോ ഒരു മീൻസ് നമ്മൾ ചുട്ടരച്ച പോലത്തെ ആവണില്ല, വേറെ എന്തോ ഒരു ടേസ്റ്റാണ് അതിനുള്ള. ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ, ഒരു നോർമൽ ടേസ്റ്റ് അത്രേ പറയാനുള്ളൂ. ഗുഡ് മോർണിംഗ്. ഗ്രേസ് ഇവിടെ കാർഡ് ഉണ്ടാക്കി ഹാപ്പി ബർത്ത്ഡേ വരെ എത്തി. ബർത്ത്ഡേയുടെ ഡി കാണാനില്ലല്ലോ. ഈ സിൽവർ ലെറ്റർ വരിക കാണില്ല കേട്ടോ ഗ്രേസ്. ഗ്രേസിന് പാല്, അമ്മ അവിടെ നിന്ന് ഗ്രേസിനെ അങ്ങനെ ദേഷ്യം പിടിപ്പിച്ചോണ്ടിരിക്കുക.
നാളെ അമ്മയുടെ മക്കളൊക്കെ വരുന്നുണ്ട്. മക്കളല്ല, മോള് വരുന്നു പറഞ്ഞ്. ഗ്രേസ് അതിൽ വീഴുവോ? ഗ്രേസ് അതിൽ വീഴൂല. ഗ്രേസിന് പാലിൻ്റെ കളറൊന്നും ഇങ്ങനെ മാറി കിട്ടിയാൽ മതി കേട്ടോ. വെറുതെ നമ്മൾ സാധാ പാല് കൊണ്ടു കൊടുത്താൽ അവൾക്ക് കുടിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് ആ ഹോർലിക്സ് ഇട്ടിട്ട് ആ കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റിലാണ് കുടിക്കും. കണ്ട നീ എന്താ മറ്റേ സാധാ വെറുതെ പാല് കൊണ്ടിട്ട് നീ കുടിക്കാത്ത? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് 1/4 ഗ്ലാസ് മതി അപ്പി എന്ന് പറഞ്ഞു വരും. എന്റെ സൂത്രങ്ങളൊക്കെ എനിക്കറിയാം മോളെ. കുടിച്ച് ആ കാടിലാക്കാണ്ട് കുടിക്കണം കേട്ടോ. കേട്ട നീ? കാടിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറക്കത്തിന്ന് എണീറ്റു. അപ്പൊ സ്റ്റീവ് അങ്ങനെ ഉറക്കത്തിന്ന് എണീറ്റ് വന്നിട്ട് നാവ് നോക്കണം. സ്വന്തം മോഹം കൊണ്ട് ആസ്വദിക്കാണ് ഒരുത്തൻ. എങ്ങടെ പോണേ? അപ്പൊ സ്റ്റീവ് നടന്നു പോകുന്നതായിരിക്കും. പോണില്ലേ? പോടാ പോടാ. അപ്പൊ ഇനി നമ്മുടെ അയേണിങ്ങിന്റെ സമയമാണ്. സൂപ്പർ. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രേസിന്റെ അപ്പാപ്പിന് കൊടുക്കാനുള്ള കാർഡ് കേട്ടാ. ഐ ലവ് യുന്റെ അപ്പുറത്തെന്ത് ഗ്യാപ്പില്ലാത്ത അപ്പാപ്പാന്ന് അടുത്തായി പോയല്ലോ. നീങ്ക് കൈമയാവൂല. കാറ്റിൽ വെച്ചോ, അവിടെ ഫാനിട്ട് വെക്കി നീറ്റിട്ട് തരാം. നീ കൈ കൊണ്ട് പിടിച്ചോളാം എന്നിട്ടുള്ള കൈമയായേ. ഇപ്പൊ കഴിയും, ഇത് സമയം എടുക്കും. നമ്മുടെ ഷർട്ടിനും ബനിയനൊക്കെ ആണെന്ന് എന്തൊരു സിമ്പിളാ. ഇതേടെ കൂടെ കുറെ ബട്ടൺസും. നമ്മുടെ ഗ്രേസ് മുമ്പ് ഉണ്ടായപ്പോഴേ, ഗ്രേസ് ഉണ്ടായി ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര ടെൻഷനായിരുന്നു. ഗ്രേസ് എന്തായാലും നടക്കണില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് നമ്മളിവിടെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ പറയും, എന്താ കൊച്ചു നടക്കാത്ത, കൊച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും, നിങ്ങൾ ഡോക്ടറെ കാണിക്കുക, അത് കാണിക്കുക, അത് ചെയ്യ്, ഉഴുകി, കാലുഴുകി, കൈ ഉഴുകി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു. ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. ഞങ്ങളുടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊക്കെ നോർമലാണ്, ശരിയായിക്കോളും, സമയമുണ്ട്, നടന്നോളും എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കേട്ട് നമ്മൾ എനർജി ആയിട്ട് വീട്ടിലേക്ക് വരും. വീട്ടിൽ വരുമ്പോൾ പറയും, അങ്ങനെയല്ല, കൊച്ചു 1 വയസ്സാണൊക്കെ ആകുമ്പോൾ കൊച്ചു മുട്ടുമ്പഴേടാ, കൊച്ചു നടക്കണം, അല്ലെങ്കിൽ കൊച്ചു നടക്കില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഗ്രേസ് നടക്കണ വീഡിയോ നമ്മൾ ഏതോ ഇതിലിട്ടിട്ടുണ്ട്. അമ്മ വിളിക്കുന്ന ചെല്ല് ലേറ്റ്. അപ്പോൾ ഗ്രേസ് അങ്ങനെ ഒരു 1.5 വയസ്സ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മളതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്രേസ് അങ്ങനെ 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഗ്രേസ് അങ്ങനെ നടന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അത്രയും നാളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ നടന്നതെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റീവ് ഉണ്ടായപ്പോഴും എല്ലാവരും നമ്മൾ പഴയ വീഡിയോസിനെ നോക്കിയാൽ കാണാം, അടിയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്താ കൊച്ചു നടക്കാത്ത, കൊച്ചു നടന്നില്ലേ, ഞങ്ങളുടെ കൊച്ച് 6 മാസമായപ്പോഴേക്കും നടന്നു, നിങ്ങളുടെ കൊച്ചെന്താ നടക്കാത്ത, അങ്ങനെ കുറേ പേര് ചോദിക്കുമ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഗ്രേസിൻ്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു, ഞങ്ങൾ ആ ധൈര്യത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതേ കറക്റ്റ് 1.5 വയസ്സ്, ഗ്രേസിനെ പോലെ തന്നെ 1.5 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനും നടന്നു. അപ്പോൾ അത്രയും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല, ഇതേപോലെ പലർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ധൈര്യത്തിന് വേണ്ടി പറഞ്ഞോളൂ. ഡോക്ടറെ കാണിച്ചേക്കാം, അപ്പോൾ അവർ പറയുമല്ലോ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരാ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും, നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും.
എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. മോർണിംഗ് ജോമോനെ. ജോമോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും നമ്മുടെ പണികൾ കണ്ടിന്യൂ ചെയ്യും. ഇന്ന് എല്ലാ പണിയും തീർക്കുന്ന പറഞ്ഞേക്കണേ. എല്ലാ ദിവസവും വരുമ്പോൾ പറയും ഞാൻ എല്ലാ പണിയും തീർത്തിട്ടേ പോവാന്ന്. ഇന്ന് തീർക്കില്ല ഉറപ്പായിട്ടും. ആ ഇന്ന് ഉറപ്പായിട്ടും തീർക്കും. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. അല്ലേ ഗ്രേസ്? ആ ഒരു കാര്യം പറയും. ഒന്ന് നിൽക്കമ്മേ. അങ്ങനെ സെയിം ആവണം. രണ്ടല്ലേ? അല്ല സെയിം അല്ല, വ്യത്യാസമുണ്ട്. ആന്ന് സെയിം ആണ്. ജോമനെ പോയിട്ട് കേട്ടോ. അപ്പം നേരെ അഷ്ടമിശ്ര ബിസ്മി. ഓഹോ നീ അമ്മയും സെയിം അപ്പം മാത്രം സെയിം അല്ലല്ലേ? അപ്പം ഞങ്ങളങ്ങനെ ബിസ്മിയിലെത്തി. കുഞ്ഞബി കുഞ്ഞബി രണ്ടുപേരും ഐസ്ക്രീം പാത്രത്തിൽ കമ്മി കിടക്കുന്നുണ്ട്. ബ്ലൂബെറിയും കഴിച്ചിട്ടില്ല ഇതുവരെ. നീ കഴിച്ചിട്ടുണ്ടോ? എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇന്ന് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഓക്കെ പോവാ. ഞാൻ വെച്ച് തരണ്ടെണ്ണം. നമ്മളല്ല അമ്മ ടൈലിരുണ്ട് ചേട്ടാ. ഇവരെ കയ്യിൽ കൊടുത്തോ. മറ്റേത് ഇവന്റെ കയ്യിൽ കൊടുത്തു. ഒരു മിഠായും കൂടി ഉണ്ടാക്കുന്നു. അതിന്റെ കൊടുക്കും. നടക്ക് ഗ്രേസ് വേഗം സ്പീഡിൽ. അപ്പൊ അങ്ങനെ ബിസ്മിയിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ ശുക്കൂറിന്റെ അളിയന്റെ ഇടയിൽ പോയി. ബിസ്മിയില് കൊച്ചോളം കാരണം വേണ്ട ചേട്ടൻ പെട്ടെന്ന് ബില്ലൊക്കെ അടിച്ച് വേറെ കൗണ്ടറിലേക്ക് വിട്ട് വേഗം ബില്ലൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നിട്ട് എല്ലാരും പെട്ടെന്ന് കഴിഞ്ഞ് ബിസ്മിന്ന് ഇറങ്ങാൻ പറ്റി. എവിടെ വെച്ച് അവിടെ കൊടുത്ത് മിഠായി കിട്ടപ്പോ നീ കുടിച്ചു കൊടുത്താ? അതെ ഞങ്ങള് നേരത്തെ ശുക്കൂറിന്റെ അളിയന്റെ ഇടയിൽ കയറി മിടുവിന്റെ ഡാഡിക്ക് ഗിഫ്റ്റ് മേടിക്കേണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതേ മേടിച്ച് അവിടുന്ന് കൂപ്പൺ കിട്ടിയോടി? കൂപ്പൺ ഉണ്ടായിരുന്നു. കൂപ്പൺ തന്നില്ല. അപ്പൊ അപ്പയ്ക്ക് മാത്രം ഒന്നും മേടിച്ചില്ലല്ലേ? അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ മിടുവിന്റെ വീട്ടിലൊക്കെ പോയി. അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫേസ്ബുക്കിൽ വീഡിയോ ഇടാനായിട്ട് ചെറിയ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് റീലായിട്ട് മാത്രം ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ യൂട്യൂബിൽ വന്ന് കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വരണം യൂട്യൂബിലേക്ക്. പിന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ അഡ്വാൻസ് ആശംസകൾ. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.